സ്ലീവ് ആണ് വരുന്നത്. അടുത്ത് സ്ലീവ് ആണ് 0 to 1. സ്ലീവ് ലെങ്ത് എനിക്ക് 6 ഇഞ്ചാണ്. അതിലൂടെ 1/2 ഇഞ്ച് ഷോൾഡറും തമ്മിൽ കൂട്ടിയടിക്കാനും 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനാണ്. അപ്പൊ എനിക്ക് 7.5 ഇഞ്ച് എനിക്ക് കിട്ടി. അടുത്ത് 0 to 2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ടോപ്പിന്റെ ബാക്ക് പാർട്ടിലെ ആം ഹോൾ കേർവ് എത്രയാണോ എന്ന് അളന്ന് നോക്കാം. അതിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. എനിക്ക് ആം ഹോൾ കേർവ് അളന്നപ്പോ 9.1 കിട്ടി. അതിന്റെ 1 ഇഞ്ച് കുറച്ചപ്പോ എനിക്ക് 8.1. അതാണ് 0 to 2 അടയാളപ്പെടുത്തിയേക്കുന്നത്. 2 to 3 സ്ലീവ് ഡെപ്ത് ആണ്. സ്ലീവ് ഡെപ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 3 കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്ലീവിന്റെ ഇറക്കം, സ്ലീവ് ലെങ്ത് 6 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഹാഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അതോടുകൂടി ഞാൻ 1/4 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7 ഹാഫ് സ്ലീവ്, അതുപോലെ തന്നെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8 എൽബോ സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 3/4 സ്ലീവ്, ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10 ഫുൾ സ്ലീവ് എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്താം. അടുത്തത് 0 to 4 ഇവിടെ 1 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 3 to 5 1 ഇഞ്ച് തന്നെ. അടുത്ത് 1 to 6 സ്ലീവ് റൗണ്ട്. നിങ്ങൾ എന്തോരാണ് ഇറക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അളവ് വേണം എടുക്കാനായിട്ട്, റൗണ്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ എനിക്ക് 9.25 കിട്ടി. 9.25 ഡിവൈഡ് ബൈ 2 ചെയ്ത് അപ്പൊ 4.8 കിട്ടി. അതിലൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും. നമ്മൾ ബോഡി പാർട്ടിൽ എങ്ങനെയാണ് സീം അലവൻസ് ലൂസും കൊടുത്തേക്കണേ അതനുസരിച്ച് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണേ. അങ്ങനെ എനിക്ക് 6.3 കിട്ടി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അതിന് വേണ്ടി ഞാൻ 2 തുണി എടുത്തു. 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇറക്കം വേണ്ടത് എത്രയാണ്? ഇറക്കം വേണ്ടത് 7.5 ഇഞ്ച്. അപ്പൊ 7.5 ഇഞ്ച് ഇറക്കുണ്ടോ എന്ന് നോക്കാം. 7.5 ഇഞ്ച്, ഇതിപ്പോ 8 ഇഞ്ചോളം ഇറക്കം വന്നിട്ടുണ്ട്. പിന്നെ 0 to 2 നമുക്ക് 8.1 ആണ്. അപ്പൊ അതായത് മൊത്തം ഒരു 8.1 രീതിയിൽ നമുക്ക് 16.4 ഇഞ്ചോളം നമുക്കിവിടെ വേണ്ടി വരും. ഇതിപ്പോ 20 ഇഞ്ചോളം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ 2 പീസ് എടുത്തു. അതിന് ഇങ്ങനെ 2 ആക്കി ഞാനിങ്ങനെ മടക്കി. കണ്ടില്ലേ, ഞാൻ ഇതിനെ 2 ആക്കി ഇങ്ങനെ മടക്കി. ഇങ്ങനെ 2 ആക്കി ഞാൻ മടക്കി. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈയുടെ ഇറക്കം നമ്മൾ അളന്ന് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ഇറക്കം വേണം? 7.5 ആണ് എനിക്ക് ഇറക്കം വേണ്ടത്. ഞാനിവിടെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇങ്ങറ്റത്തും എത്ര അടയാളപ്പെടുത്തി? 7.5 ഇഞ്ച് തന്നെ ഞാൻ ഇങ്ങറ്റത്തും ഞാൻ അടയാളപ്പെടുത്താണ്. കാരണം ഈ ഭാഗമാണ് നമ്മുടെ സെന്റർ പാർട്ടായിട്ട് വരുന്നത്. കാരണം ഈ ഫോൾഡ് ഉള്ള ഭാഗം, ഈ ഭാഗത്താണ് നമ്മൾ കട്ടിങ് ഒക്കെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 7.5 ഞാൻ അടയാളപ്പെടുത്തി. ഞാൻ സ്കെയിലെടുത്ത് ഇതിങ്ങനെ വരയ്ക്കണം. എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. അതാവുമ്പോ ഈ സ്കെയിലിന്റെ ഇങ്ങറ്റവും ഈ അറ്റവും ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഞാനിപ്പോ ഇങ്ങനെ അടയാളപ്പെടുത്തി. എനിക്ക് 0 to 2 വേണ്ടത് ഇങ്ങനെ 8.1 ആണ്. ഇവിടുന്ന് 8.1 എവിടെയാന്ന് വെച്ചാൽ അതും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഇനി 2 to 3 ഉണ്ട്. നമുക്ക് സ്ലീവിന്റെ ഡെപ്ത് ആണ് 2 to 3 വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഹാഫ് സ്ലീവ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7 ഉണ്ട്. അതുപോലെ എൽബോ സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8 3/4 സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10 ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് 2 to 3 എനിക്ക് കിട്ടിയിരിക്കുന്നത് 2.89 ആണ്. ഇവിടുന്ന് 2.89 ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ ആയിട്ട് എനിക്ക് വരും. സ്കെയിൽ എടുക്കാം.
പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു വര വരച്ചു. കണ്ട, ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ഈ 2.8 കിട്ടിയല്ലേ, അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇങ്ങോട്ടേക്കും ഒന്ന് അടയാളപ്പെടുത്താണ്. ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന നിർബന്ധമില്ല, എന്നാലും അടയാളപ്പെടുത്താണ്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ച് അതും ഞാൻ വരച്ചു. ഇതിങ്ങനെ വരച്ചു, കണ്ടില്ലേ? ഈ വരച്ചതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാണ്. ഇവിടുന്ന് ഇവിടത്തോളം വരെ ഞാൻ വരച്ചതിന്റെ മിഡ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെയാണ് അതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി, കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തി, കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഈ പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടാ, ഇങ്ങനെ ചെരിച്ച് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ വരച്ചേക്കണ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചെരിച്ച് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്കെയിൽ എടുത്തിട്ട് ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി മുട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് വരച്ച ആ കറക്റ്റ് അളവിൽ തന്നെ കിട്ടി. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലേ, അതും കൂട്ടിമുട്ടത്തക്ക രീതിയിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുക. അതും നമ്മൾ കൈ കൊണ്ട് വരച്ച അളവിൽ തന്നെ വന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടിവശത്ത് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്താം. സ്ലീവ് റൗണ്ട് എനിക്ക് വന്നത് 6.3 ആണ്. അത് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം 4.8 വരും. 4.8 ഞാൻ ഇപ്പൊ ഇവിടെ കയറ്റി അടയാളപ്പെടുത്താണ്. 4.8 വരും. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ലൂസ് 1/2 ഇഞ്ച് 1 ഇഞ്ച് എന്താണ് തയ്യൽ തുമ്പ് എന്ന രീതിയിലാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ എടുത്ത് ഇങ്ങനെ അടയാളപ്പെടുത്താം. അതിനു മുൻപ് അടിവശം 1 ഇഞ്ച് മടക്കി തയ്ക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അടിവശത്ത് ഞാൻ 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടുള്ള ആ അളവ് ഞാൻ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താണ്. ഇങ്ങനെ വരും. അതായത് ഇങ്ങനെയാണ് വരുന്നത്. അടിവശം നമുക്ക് 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടുള്ളതാണ്. ആ 1 ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. അപ്പൊ ആ അളവിലേക്കാണ് ഞാനിപ്പോ ഇതിങ്ങനെ അടയാളപ്പെടുത്തുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അതെന്താന്ന് കാട്ടിത്തരാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അതിന് ഇങ്ങനെ വരച്ചു. പിന്നെ അത് ലൂസിലേക്ക് അടുത്ത ഇതെടുത്ത് വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ഞാൻ ചെരിച്ച് കട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഞാൻ 1 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി അടയാളപ്പെടുത്തി കാട്ടിത്തന്നത്. ഇനി ഫ്രണ്ട് ആം ഹോൾ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്നത് എന്താണ്? ബാക്ക് ആണ് വരച്ചേക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഫ്രണ്ട് വരയ്ക്കണം. ഫ്രണ്ടിൽ നമ്മൾ ഈ പറഞ്ഞ ബോഡി പാർട്ടിൽ 1/2 ഇഞ്ച് ആണല്ലോ നമ്മൾ ഫ്രണ്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കണം. ഇനി ബോർഡിൽ നിന്ന് എടുത്ത മെഷർമെന്റ് അനുസരിച്ച് ചിലർക്ക് 1/2 ഇഞ്ച് 3/4 ഇഞ്ചുകളൊക്കെ ഡിഫറൻസ് വരും. അതെങ്ങനെയാണ് ബോർഡിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. ഓരോ വീഡിയോയിൽ ഓരോന്നായിട്ട് കാട്ടിത്തരാം. അപ്പൊ ഈ ഒരു കണക്ക് പ്രകാരം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫ്രണ്ടിൽ നമ്മൾ ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ആണ് കയറ്റി നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിന്റ്, ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഞാൻ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? എന്നിട്ട് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ 1 ഇഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഈ പോയിന്റിലേക്ക് വരണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഈ പോയിന്റിലേക്ക് എത്തി.
അത് കഴിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് വരുന്ന ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് ഇതിങ്ങനെ ഈ പോയിന്റിലേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വേണം വരാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇത് കഴിഞ്ഞ് അവിടുന്ന് നേരെ താഴേക്ക് വന്ന് ഇങ്ങനെ വരാം. ചെറിയ ഒരു കേർവ് പോലെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ എന്ത് ഫ്രണ്ട് ആം ഹോൾ കേർവ്, ഇത് ബാക്ക് ആം ഹോൾ കേർവ്. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ബാക്ക് ആം ഹോൾ കേർവ് ആണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ അടിവശം നമ്മൾ സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കി വെച്ച് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാണ്. ഈ 1 ഇഞ്ച് നമുക്ക് അടിവശം മടക്കിയടിക്കാൻ വേണ്ടിയുള്ള 1 ഇഞ്ചാണ്. ഇപ്പൊ ലൈനിങ് തുണി ഇട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ അടിവശം മടക്കി അടിക്കാണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ലൈൻ വീഡിയോയില് നമ്മൾ മറച്ചടിച്ചില്ലേ, ആ ഒരു രീതിയിലും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ചെയ്യണമെങ്കിൽ അടിവശം നമുക്ക് 1 ഇഞ്ചിന്റെ ആവശ്യം വരുന്നില്ല. 1/2 ഇഞ്ച് മാത്രമേ അടിവശം തയ്യൽ തുമ്പ് ആവശ്യം വരുന്നുള്ളൂ. കണ്ട ബാക്ക് ആം ഹോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് സെന്റർ പോയിന്റ്. ഇതിങ്ങനെ അടയാളപ്പെടുത്താം, കട്ട് ചെയ്യുക, നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോ ലൈനിങ് തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. ലൈനിങ് തുണി നല്ല തുണിയിലാണ് നിങ്ങൾ ചെയ്യണേ എന്നുണ്ടെങ്കിൽ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെക്കാം. അതായത് ഇതാണ് നല്ല വശം എന്ന് വിചാരിക്കാം. നല്ല വശവും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ് കേട്ടോ. അങ്ങനെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് വേണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ നോച്ചിട്ട ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാണ്. അപ്പൊ ആകെ ഉണ്ട് നമ്മൾ ആകെ ഇത്ര മാത്രമേ ഇതിന്ന് കട്ടായി പോയിട്ടുള്ളൂ. ഞാൻ ഇത് വെച്ച് കട്ടി തരാം. കണ്ടില്ലേ, ഇത് ഫ്രണ്ട് ആണ്, ഇത് ബാക്ക് ആണ്. ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വേണമെങ്കിൽ രണ്ടിലും ഇട്ട് കൊടുക്കാം. ഇതില് കണ്ട, ഇതാണ് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട് അറിയാൻ വേണ്ടി. ഇത്ര മാത്രമേ നമുക്ക് സ്ലീവില് കട്ട് ചെയ്യാനുള്ളൂ. ഇത് ചുരിദാറിന്റെ ഫ്രണ്ട് വശമാണ്. അപ്പൊ നമ്മള് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സ്ലീവിന്റെ കുഴിച്ചു വെട്ടിയേക്കണ ഭാഗത്താണ് ഞാൻ ഈ ഒരു അരമാർക്ക് എന്ന രീതിയിൽ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്കത് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് ഏതാണെന്ന് നോക്കാം. ഇതാണ് കുഴിച്ചു വെട്ടിയേക്കണ ഭാഗം. നോക്കിയേ, ഇങ്ങനെ വെച്ച് നോക്കിയേ, ഇതാണ് കുഴിച്ചു വെട്ടിയേക്കണ ഭാഗം. ഇത് ഫ്രണ്ടിൽ വരണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ നമ്മള് നല്ല വശവും തമ്മില് സെന്റർ കറക്റ്റ് ആക്കി ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കാം നമ്മള് കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇതിന്റെ സെന്ററുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വെച്ച് എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സെന്റർ മുതൽ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്ലീവിന്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മള് എല്ലാവരുടെയും 1/2 ഇഞ്ച് എന്ന രീതിയിൽ അടയാളപ്പെടുത്തി സെന്റർ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ചു. എപ്പോഴും സ്ലീവ് സെന്ററിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പൊ തുടക്കക്കാരെ എപ്പോഴും 1/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താലും മതി. ബാക്ക് സൈഡിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വന്നേക്കുന്നത് കണ്ടില്ലേ? ഇത് നമുക്ക് ബാക്കിൽ നമ്മൾ ടക്ക് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. ബാക്കിൽ ആം ഹോളിന്റെ അവിടെ നമ്മൾ ഡാട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് വന്നത്. കാരണം നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുത്താണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തത്.
അത് അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആം ഹോളിന്റെ അവിടെ അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യണേ എന്നുള്ളത് കാട്ടിത്തരാം. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്പേസ് വന്നു എന്ന് വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് തെറ്റിയെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ഇങ്ങേ സൈഡ് ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് സെന്ററിൽ കുത്തി നിർത്താം. നല്ല കറക്റ്റ് ആയിട്ട് വൃത്തിയിൽ നമുക്ക് കിട്ടിയേക്കണുണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇനി സൈഡ് കൂട്ടാം.